ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് മൊബൈൽ ഫോൺ അഡിക്ഷനാണ്. മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്കാർക്ക് ജീവിക്കാൻ പോലും പറ്റില്ല എന്നൊരവസ്ഥയിലെത്തി. വീഡിയോ ഗെയിംസ്, സോഷ്യൽ മീഡിയ ഇതൊക്കെ തന്നെയാണ് നമ്മയൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിന് കോൾ ചെയ്യാൻ വേണ്ടി മൊബൈൽ ഫോൺ എടുക്കുകയായിരിക്കും. അപ്പോൾ അതിൽ ഓൾറെഡി ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ടാവും. അത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യും. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ട് നമ്മുടെ ഒരുപാട് ടൈം മൊബൈൽ ഫോണിലൂടെ വേസ്റ്റ് ആക്കുകയാണ്. തീർച്ചയായും ഈ ഒരു സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അങ്ങനെ മാറണം, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അഡിക്ഷൻ ഓവർകം ചെയ്യണമെന്നുള്ളവർക്കാണ് ഈ വീഡിയോ. ടേൺ ഓഫ് നോട്ടിഫിക്കേഷൻസ്. നമ്മുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. പലപ്പോഴും നോട്ടിഫിക്കേഷനിൽ വരുന്നത് വളരെ ചെറിയ കാര്യമായിരിക്കും, പക്ഷേ നമ്മളത് ഓപ്പൺ ആക്കാൻ വേണ്ടി പല രീതിയിലായിരിക്കും നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വരിക. ഇത് നമ്മൾ ഡിസേബിൾ ചെയ്ത് വെക്കുന്നതിലൂടെ മൊബൈൽ യൂസിങ്ങിൻ്റെ പകുതിയോളം സമയം തീർച്ചയായും നമുക്ക് ലാഭിക്കാം. കാരണം നോട്ടിഫിക്കേഷനിലൂടെ തന്നെയാണ് നമ്മൾ അധികവും മൊബൈൽ എടുത്ത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്നത്. സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ തന്നെ എല്ലാ ആപ്പുകളുടെയും നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡിലീറ്റ് യുവർ മോസ്റ്റ് ഡിസ്ട്രാക്റ്റിംഗ് ആപ്സ്. പതിവായി നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന ആപ്പുകൾ ഏതാണെന്നൊരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. ഈ ആപ്പുകളൊക്കെ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഹോം പേജിൽ വെക്കാതെ ബൈ ഫോൾഡറാക്കി പെട്ടെന്ന് നിങ്ങൾക്ക് എത്താൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ഫോൾഡറിൽ വെക്കുക. ഉദാഹരണത്തിന് ഇൻസ്റ്റഗ്രാം. തീർച്ചയായും 90% പേര് ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് ഇൻസ്റ്റഗ്രാം. നമ്മളൊക്കെ അധികവും ടൈം സ്പെൻഡ് ചെയ്യുന്നത് തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ്. ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ ആപ്പുകൾക്ക് എക്സ്ട്രാ ഒരു ലോക്ക് സെറ്റ് ചെയ്ത് വെക്കുക. ഇതിലൂടെ അത് ഓപ്പൺ ആക്കാൻ ഒരു ലാഗ്, ഒരു മടി വരാൻ സാധ്യതയുണ്ട്. നമ്പർ 3, സെറ്റ് ആപ്പ് ടൈം ലിമിറ്റ്സ്. മിക്കവാറും ഏതൊരു ഫോൺ എടുത്താലും അതിൻ്റെ സെറ്റിങ്സിൽ ഓരോ ആപ്പും നമ്മൾ യൂസ് ചെയ്ത് സ്ക്രീൻ ടൈം അവിടെ കാണിക്കും. ഇതിലൂടെ നിങ്ങൾ ഒരു ദിവസം ടോട്ടൽ എത്ര സമയം നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചതെന്നും ഏതൊക്കെ ആപ്പുകളാണ് കൂടുതൽ സമയം ചിലവഴിച്ചതെന്നും കാണാൻ കഴിയും. മാത്രമല്ല, ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ആപ്പുകൾക്ക് ഒരു ടൈം സെറ്റ് ചെയ്യുകയും ദിവസവും ആ ഒരു സമയം മാത്രം ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഫോൺ നമ്മൾ സെറ്റ് ചെയ്ത ടൈം റീച്ച് ആയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ അലേർട്ടിങ് നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്ത് തരും. വീണ്ടും ആ ഒരു ആപ്പ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒരു ക്ലിക്ക് കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു ചേഞ്ചസ് വരെ നമ്മളെ സഹായിച്ചേക്കാം. നമ്പർ 4, ലീവ് യുവർ ഫോൺ ഇൻ യുവർ ബാഗ്. നിങ്ങളുടെ ഫോണ് ബാഗിലോ അല്ലെങ്കിൽ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്ന മറ്റെവിടെയെങ്കിലും വെക്കുക. എപ്പോഴും നമ്മുടെ കൂടെ തന്നെ കൊണ്ടു നടക്കുന്നതിന് പകരം കുറച്ച് സമയമെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ ഫോൺ വേറെ എവിടെയെങ്കിലും വെക്കുകയും ഒരു ദിവസത്തിൻ്റെ പകുതിയോളം സമയം ഫോൺ യൂസിങ് ഒഴിവാക്കുകയും ചെയ്യുന്നു. വീട്ടിലെത്തുമ്പോഴും ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ സ്മാർട്ട് ഫോൺ ഉപയോഗം തീർച്ചയായും നിങ്ങൾക്ക് കുറച്ചു കൊണ്ടുവരാം. ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം തീർച്ചയായും വളരെയധികം കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയും. നമ്മളെല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മൊബൈൽ ഫോണിന് അഡിക്റ്റഡ് ആയിട്ടുള്ളവർ തന്നെയാണ്. ഒരാൾ ശരാശരി ഒരു ദിവസം 47 തവണ അവരുടെ ഫോൺ എടുക്കുമ്പോൾ 3 മണിക്കൂറിലധികം സമയമാണ് ദിവസവും അയാൾ സ്പെൻഡ് ചെയ്യുന്നത്. തീർച്ചയായും ഇത് വളരെ വലിയൊരു സമയം തന്നെയാണ്. ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും നമ്മൾ പറഞ്ഞ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോൺ അഡിക്ഷൻ തീർച്ചയായും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. മാത്രമല്ല, ഒരുപാട് ടൈം സേവ് ചെയ്യാനും കഴിയും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. വീണ്ടും കാണാം. സ്റ്റേ ഫോക്കസ്ഡ്.